നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിനകത്ത് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേറെ ബാങ്കിൻ്റെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള മറ്റൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പരസ്യം കണ്ടു. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കാർഡിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു, കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നു. അങ്ങനെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ ഒരു പേഴ്സണൽ ലോൺ എടുക്കാനായിട്ട് പേഴ്സണൽ ലോൺ വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2 ആഴ്ചയുടെ ഇടയ്ക്ക് ഇങ്ങനെ 2-3 ലോൺ എൻക്വയറി നടത്തി. ക്രെഡിറ്റ് കാർഡായിട്ടും പേഴ്സണൽ ലോണായിട്ടൊക്കെ ലോൺ എൻക്വയറി നടത്തി. അതിനുശേഷം നോർമലി നിങ്ങൾ മാസം ചെക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കോർ കുറഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടാണ് അവിടെ സ്കോർ കുറഞ്ഞത്? നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തതുകൊണ്ടാണോ സ്കോർ കുറഞ്ഞത്? അതോ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്തതുകൊണ്ടാണോ സ്കോർ കുറഞ്ഞത്? അതോ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തതുകൊണ്ടാണോ സ്കോർ കുറഞ്ഞത്? എന്താണ് റീസൺ? അതിൻ്റെ ഉത്തരം വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 2 ടേം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹാർഡ് എൻക്വയറിയും അതുപോലെ തന്നെ സോഫ്റ്റ് എൻക്വയറിയും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഹാർഡ് എൻക്വയറിയും അതുപോലെ തന്നെ സോഫ്റ്റ് എൻക്വയറിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. 2 തരത്തിലുള്ള എൻക്വയറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ ലോൺ അപ്രൂവലിനെയും ക്രെഡിറ്റ് കാർഡ് അപ്രൂവലിനെയൊക്കെ ബാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം എന്താണ് ക്രെഡിറ്റ് എൻക്വയറി? നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ റേറ്റ് കാർഡാണ്. നമ്മുടെ ഇപ്പോൾ എക്സാമൊക്കെ നടത്തി നിങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടുന്നത് പോലെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ റേറ്റ് കാർഡാണ് ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ട് പല കാര്യങ്ങൾക്കായിട്ട് ആക്സസ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ തന്നെ സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് ഫോൺ പേ വഴി അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്രെഡിറ്റ് എൻക്വയറിയാണ്. നിങ്ങളുടെ ഡീറ്റെയിൽ ബ്യൂറോയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കും. അപ്പോൾ അതൊരു എൻക്വയറിയാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിസ്ക് പ്രൊഫൈൽ അനലൈസ് ചെയ്യാനായിട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു ലെൻഡർ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യും. അതും ഒരു ക്രെഡിറ്റ് എൻക്വയറിയാണ്. ഇത് രണ്ടും ക്രെഡിറ്റ് എൻക്വയറിയാണ്, പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം സോഫ്റ്റ് എൻക്വയറി, മറ്റൊന്ന് ഹാർഡ് എൻക്വയറിയുമാണ്. ഈ 2 കാറ്റഗറി ക്രെഡിറ്റ് എൻക്വയറീസും 2 രീതിയിലാണ് നമ്മുടെ ക്രെഡിറ്റ് പ്രൊഫൈലിനെ എഫക്റ്റ് ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അൺനെസസറി ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് റിജക്ഷൻസും അല്ലെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുവാനും സാധിക്കും. ആദ്യം എന്താണ് സോഫ്റ്റ് എൻക്വയറി? ഈ 2 കാറ്റഗറി എൻക്വയറീസിൽ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എൻക്വയറിയാണ് ഈ ഒരു സോഫ്റ്റ് എൻക്വയറി എന്ന് പറയുന്നത്. നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, അതിന് ഡിസിഷൻസിന് വേണ്ടി അല്ലാതെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി ആക്സസ് ചെയ്യുന്നതാണ് ഈ ഒരു സോഫ്റ്റ് എൻക്വയറി. ഈ ഒരു സോഫ്റ്റ് എൻക്വയറീസിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ സ്വന്തം ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നത് അതൊരു സോഫ്റ്റ് എൻക്വയറിയാണ്. നിങ്ങൾ ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങളുടെ സ്കോറും അതുപോലെ തന്നെ റിപ്പോർട്ടും ആക്സസ് ചെയ്യുന്നതാണ്. രണ്ടാമതൊരു ഉദാഹരണമാണ് ഇപ്പോൾ പല ഫിൻടെക് കമ്പനീസും പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നും ആക്സസ് ചെയ്യും. അതൊരു സോഫ്റ്റ് എൻക്വയറിയാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ലോൺ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വേണ്ടി കയറുന്ന സമയത്ത് അവർ നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാറുണ്ട്. അതും ഈ പറഞ്ഞ രീതിയിൽ സോഫ്റ്റ് എൻക്വയറിയാണ്, ഹാർഡ് എൻക്വയറി അല്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ റെക്കോർഡ് അനലൈസ് ചെയ്യാനായിട്ട് അവർ റിപ്പോർട്ട് എടുക്കും. അതൊരു സോഫ്റ്റ് എൻക്വയറിയാണ്. ഇൻഫർമേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നിങ്ങളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ നമ്മുടെ സ്കോർ ചെക്ക് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫിൻടെക് കമ്പനി ഏതെങ്കിലും ബ്യൂറോയിൽ നിന്നായിരിക്കും നിങ്ങളുടെ റിപ്പോർട്ട് ഇൻഫർമേഷൻ അവർ ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫിൻടെക് കമ്പനി നിങ്ങൾക്ക് ഡാറ്റ കാണിച്ചു തരാനായിട്ട് ആ റിപ്പോർട്ട് ഫെച്ച് ചെയ്യുന്നതും സോഫ്റ്റ് എൻക്വയറിയാണ്. പിന്നെ ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടും വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആക്സസ് ചെയ്യുന്നതും സോഫ്റ്റ് എൻക്വയറിയാണ് പലപ്പോഴും. സോഫ്റ്റ് എൻക്വയറീസ് ഒരിക്കലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ പലരും തിങ്ക് ചെയ്യുന്നത് നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്നത് സ്കോർ കുറയാൻ കാരണമാകുമെന്നാണ്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു മിത്ത് മാത്രമാണ്. ഒരിക്കലും അങ്ങനെ നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് സ്കോർ കുറയുകയില്ല. കാരണം നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് സോഫ്റ്റ് എൻക്വയറിയാണ്. അതേസമയം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഹാബിറ്റ് ആണ്. നമ്മുടെ റിപ്പോർട്ടിൽ പലതരത്തിലുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ നമുക്ക് അത് ടൈം ടു ടൈം നമുക്ക് റിപ്പോർട്ട് ചെയ്തത് സോൾവ് ചെയ്തെടുക്കാനും സാധിക്കും. എനിക്ക് പേഴ്സണലി എൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഞാൻ എടുക്കാത്ത കുറേയധികം ലോണും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ട് അതെങ്ങനെ മാറ്റി എന്നതിനെപ്പറ്റി എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് സൗജന്യമായിട്ട് പല പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് നിലവിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇനി എന്താണ് ഹാർഡ്
ഹാർഡ് എൻക്വയറി ആണ് ആക്ച്വലി നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഹാർഡ് എൻക്വയറി നമ്മുടെ റിപ്പോർട്ടിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഹാർഡ് എൻക്വയറിക്ക് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഹോം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, പേഴ്സണൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, കാർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു ബൈ നോ പേ ലെറ്റർ സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കാർഡ് അല്ലെങ്കിൽ ലോൺ ഓഫർ ചെയ്യുന്ന ധനകാര്യ സ്ഥാപനം നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബ്യൂറോയിൽ നിന്നും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ആക്സസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് അപ്പോൾ അത് നിങ്ങൾക്ക് അപ്രൂവ് ആകണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ അതിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആ ഒരു ലെൻഡർ നിങ്ങളുടെ റിപ്പോർട്ട് ആക്സസ് ചെയ്യുന്നത് ഹാർഡ് എൻക്വയറി ആണ്. സോ ഹാർഡ് എൻക്വയറി ആണെങ്കിൽ ആ ഹാർഡ് എൻക്വയറി നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വരും. നമ്മുടെ എൻക്വയറീസ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ സെക്ഷൻ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവിടെ അത് മാർക്ക് ചെയ്യപ്പെടും. സോ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഈ ഒരു ക്രെഡിറ്റ് എൻക്വയറീസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒരു 5 മുതൽ ഒരു 30 പോയിന്റ് വരെയൊക്കെ കുറയും. ഡിപ്പെൻസ് നമ്മൾ എത്ര ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോൺ പ്രൊഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെൻഡർ വിചാരിക്കുന്നത് നമ്മൾ ഫൈനാൻഷ്യലി ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ലോൺ നൽകി കഴിഞ്ഞാൽ റിസ്ക് ആണെന്ന് ആ ഒരു ലെൻഡർ വിലയിരുത്തും. സോ ആ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ കൂടി പലപ്പോഴും നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അൺനെസസറി ആയിട്ടുള്ള പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷനൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇനി ഒരു സോഫ്റ്റ് എൻക്വയറിയും അതുപോലെ തന്നെ ഹാർഡ് എൻക്വയറിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് നോക്കാം. ഒന്നാമത്തെ ഒരു ഫാക്ടറാണ് ക്രെഡിറ്റ് സ്കോർ കുറയുമോ ഇല്ലയോ എന്നുള്ളത്. സോഫ്റ്റ് എൻക്വയറി ആണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. അതേസമയം ഹാർഡ് എൻക്വയറി ആണെങ്കിൽ അതുമൂലം നിങ്ങളുടെ സ്കോർ കുറച്ച് പോയിന്റ്സ് ഡ്രോപ്പ് ആയേക്കാം. സോഫ്റ്റ് എൻക്വയറി ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം ഹാർഡ് എൻക്വയറി നിങ്ങൾക്കൊരു ലോൺ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ക്രെഡിറ്റ് പ്രൊഫൈൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നടത്തുന്നത്. ഈ പെർമിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് എൻക്വയറി ആണെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കണം. OTP വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ലെൻഡറിന് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം സോഫ്റ്റ് എൻക്വയറി ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരികയില്ല. പെർമിഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫിൻടെക് കമ്പനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്കോർ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ബാങ്ക് ബസാറിലോ അങ്ങനെയുള്ള ഫിൻടെക് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട് അല്ലെങ്കിൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കോൾ വരുന്നതിന് കാരണം അതാണ്. നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറും റിപ്പോർട്ടും ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം വഴി ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചായിരിക്കും അവർ പ്രീ അപ്രൂവ്ഡ് ഓഫറിനും കാര്യങ്ങളൊക്കെ നമ്മൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഈ വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് എൻക്വയറീസ് പലപ്പോഴും വിസിബിൾ ആയിരിക്കില്ല. ഇനിയിപ്പോൾ വിസിബിൾ ആണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. അതേസമയം ഹാർഡ് എൻക്വയറീസ് വിസിബിൾ ആണ്. ഹാർഡ് എൻക്വയറീസ് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്യപ്പെടും. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലെൻഡർ നിങ്ങളുടെ റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീവിയസ്ലി നടത്തിയ ഹാർഡ് എൻക്വയറീസും കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർക്കും കാണാനായിട്ട് സാധിക്കും. നമുക്ക് മാത്രമല്ല അവർക്കും കാണുവാനായിട്ട് സാധിക്കും. ഹാർഡ് എൻക്വയറി നമ്മുടെ റിപ്പോർട്ടിൽ ഒരു 2 മുതൽ 3 വർഷം വരെ ഉണ്ടാകും. ടൈം ടു ടൈം നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ഒരു പവർ കുറഞ്ഞു വരികയും ചെയ്യും. സോ ഹാർഡ് എൻക്വയറീസ് എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാതിരിക്കുക. ഓരോ തവണ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും അതൊരു ഹാർഡ് എൻക്വയറി ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ അത് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്, റിപ്പോർട്ടിൽ അത് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. 2-3 വർഷക്കാലം അതവിടെ ഉണ്ടാകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഹാർഡ് എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി വീക്ക് ആണെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത ശേഷം നിങ്ങളൊരു ഹോം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഉയർന്ന പലിശ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. കാരണം ബാങ്ക് നിങ്ങളുടെ റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രീവിയസ്ലി തുടർച്ചയായിട്ട് മറ്റ് ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫൈനാൻഷ്യലി സ്ട്രെസ്ഫുൾ ആണെന്ന് അവർ വിലയിരുത്തുകയും നിങ്ങളൊരു ഹൈ റിസ്ക് കസ്റ്റമർ ആണെന്ന് വിലയിരുത്തി അത് അനുസരിച്ചായിരിക്കും അവർ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സോ ഇനി മുതൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഒരു ലോൺ ഉൽപ്പന്നത്തിന് വേണ്ടി അപ്ലൈ ചെയ്തത് എപ്പോഴാണെന്ന് കൂടി ചെക്ക് ചെയ്യുക. മിനിമം ഒരു 3 to 6 മന്ത് ഗ്യാപ്പ് എങ്കിലും ഇടുക. നല്ലൊരു ഹെൽത്തി ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് നിങ്ങൾ റിപ്പോർട്ട് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. അതൊരിക്കലും മിസ്റ്റേക്ക് അല്ല, അതൊരു സോഫ്റ്റ് എൻക്വയറി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെ റെഗുലറായിട്ട് നമ്മുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാനും അത് തിരുത്തിയെടുക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് അടുപ്പിച്ച് നിങ്ങൾ ലോൺ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാതിരിക്കുക. ഒരു 3 to 6 മന്ത് ഗ്യാപ്പെങ്കിലും ഇടുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ EMIയും ക്രെഡിറ്റ് കാർഡ് ബില്ലും കാര്യങ്ങളൊക്കെ ഓൺ ടൈമിൽ തന്നെ പേ ചെയ്യുക, ഡ്യൂ വരുത്താതിരിക്കുക. മറ്റൊന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ് എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് റിമൂവ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു
മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി.